ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ 28/2020, അതായത് സെപ്റ്റംബർ 24, 2020 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് 5th പാർട്ടാണ്. അപ്പോൾ മുൻപ് അങ്ങനെ കണ്ടിട്ടില്ലാത്തവർക്കായി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ എൻഡ് സ്ക്രീനിൽ പ്ലേലിസ്റ്റ് നൽകാം, അവിടെ നിന്ന് കാണാവുന്നതാണ്. നമ്മൾ ഈ വീഡിയോയിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് OSL ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവനും കാണുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും എൻ്റെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ മെമ്പർ ഇഫ് എ ട്രസ് വിച്ച് ഈസ് അണ്ടർ കംപ്രസീവ് ഫോഴ്സ് ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ ടൈ, ഓപ്ഷൻ ബി കോളാർ, ഓപ്ഷൻ സി സ്ട്രട്ട്, ഓപ്ഷൻ ഡി ബീം. ആൻസർ ഓപ്ഷൻ സി സ്ട്രട്ട്. സ്ട്രട്ട് എന്താണ്? ഒരു കംപ്രസീവ് മെമ്പറാണ്. സ്ട്രട്ട് ഒഴികെ ബാക്കി ടൈ, കോളാർ, ബീം ഇതെല്ലാം എന്താണ്? ടെൻസൈൽ മെമ്പേഴ്സാണ്. ടൈ എന്താണ്? ടെൻസൈൽ മെമ്പറാണ്. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ടൈയും സ്ട്രട്ടും. ടൈ ടെൻസൈലോ, സ്ട്രട്ട് കംപ്രസീവ് ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ഓഫ് ബോൾട്ട് ഹോൾ ടു ദ നിയറസ്റ്റ് എഡ്ജ് ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ ത്രോട്ട് തിക്നെസ്, ഓപ്ഷൻ ബി എഡ്ജ് ഡിസ്റ്റൻസ്, ഓപ്ഷൻ സി ത്രോട്ട് ഡിസ്റ്റൻസ്, ഓപ്ഷൻ ഡി പിച്ച് ഡിസ്റ്റൻസ്. ആൻസർ ഓപ്ഷൻ ബി എഡ്ജ് ഡിസ്റ്റൻസ് ആണ്. ഈ ഫിഗർ നോക്കുക. ഇതിൽ ഈ ബോൾട്ടിൻ്റെ സെൻറ്റർ മുതൽ ഈ താഴെ വരെയുള്ള ഈ ഡിസ്റ്റൻസിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? എഡ്ജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? എഡ്ജ് ഡിസ്റ്റൻസ് വന്നത്. ബോൾട്ട് ഹോളിൻ്റെ സെൻറ്റർ മുതൽ ഈ എഡ്ജ് വരെയുള്ള അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എഡ്ജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പിച്ച് ഡിസ്റ്റൻസ്. പിച്ച് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബോൾട്ട് ഹോൾ. ഈ ഡിസ്റ്റൻസിനെ, സെൻറ്റർ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബോൾട്ട് ഹോൾ, ഈ ഡിസ്റ്റൻസിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? പിച്ച് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതെന്ന് പറയുന്നത് ഈ സ്ട്രെസ്സിന് പാരലായിട്ട് മെഷർ ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പിച്ച് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്? ഗേജ് ഡിസ്റ്റൻസ്. ഗേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ബോൾട്ട് ഹോൾ തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് മെഷർ ചെയ്യുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ഗേജ്. ബോൾട്ട് ഹോളിൻ്റെ സെൻറ്ററിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് മെഷർ ചെയ്യുന്നതാണ് ഗേജ് ഡിസ്റ്റൻസ് പറയുന്നത്. ദെൻ എൻഡ് ഡിസ്റ്റൻസ്. എൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ബോൾട്ട് ഹോളിൻ്റെ സെൻറ്റർ മുതൽ ഈ എൻഡ് വരെയുള്ള ഇതിനെയാണ് നമ്മൾ എൻഡ് ഡിസ്റ്റൻസ് പറയുന്നത്. നമ്മൾ നേരത്തെ സെൻറ്റർ ബോൾട്ട് തൊട്ട് എഡ്ജ് വരെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നതിന് നമ്മൾ എഡ്ജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു. ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് ഈ എഡ്ജ് വരെയുള്ള ഈ ഡിസ്റ്റൻസ് നമ്മൾ എൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയും. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോയത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: മിനിമം പിച്ച് ഓഫ് ബോൾസ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ. ഓപ്ഷൻ എ 1.7D, ഓപ്ഷൻ ബി 1.5D, ഓപ്ഷൻ സി 2.5D, ഓപ്ഷൻ ഡി 2.7D. ആൻസർ ഓപ്ഷൻ സി 2.5D. മിനിമം പിച്ച് ഓഫ് ബോൾസ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 2.5D. IS 800 2007 പ്രകാരമാണ് ഇത് പറയുന്നത്. മിനിമം പിച്ച് ഓഫ് ബോൾസ് എത്ര ആയിരിക്കണം? 2.5Dയിൽ കുറയാൻ പാടില്ല. ഡി എന്ന് പറഞ്ഞാൽ നോമിനൽ ഡയമീറ്റർ ആണ്. ഇനി മാക്സിമം പിച്ച് ആണെങ്കിൽ ടെൻഷൻ മെമ്പറിൻ്റെ കേസിലാണെങ്കിൽ മാക്സിമം പിച്ച് എന്ന് പറഞ്ഞാൽ 16T അല്ലെങ്കിൽ 200 mm കൂടാൻ പാടില്ല. പിച്ച് ഷാൽ നോട്ട് ബി മോർ ദാൻ 16T ഓർ 200 mm മാക്സിമം പിച്ച്. ടെൻഷൻ മെമ്പറിൻ്റെ കേസിൽ 16T അല്ലെങ്കിൽ 200 mm ഇതിലേതാണോ ചെറുത് അതാണ് നമ്മൾ എടുക്കുന്നത്. വിച്ച് എവർ ഈസ് ലെസ് ഇൻ ടെൻഷൻ മെമ്പർ. നമ്മൾ ഏതാണോ ഇതിലേതാണോ ചെറുതെന്ന് വെച്ചാൽ അതെടുക്കുക. ഓക്കെ, പിച്ച് ഷാൽ നോട്ട് ബി മോർ ദാൻ 16T അല്ലെങ്കിൽ 200 mm ഇൻ ടെൻഷൻ മെമ്പർ. ഓക്കെ, നെക്സ്റ്റ് കംപ്രഷൻ മെമ്പർ. കംപ്രഷൻ മെമ്പർ ആണെങ്കിൽ 12T മാക്സിമം പിച്ച് എന്ന് പറഞ്ഞാൽ 12T അല്ലെങ്കിൽ 200 mm. ഇതിൽ ചെറുതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. 12T അല്ലെങ്കിൽ 200 mm കംപ്രഷൻ മെമ്പർ. മാക്സിമം പിച്ച് ഓഫ് ബോൾസ് ടെൻഷൻ മെമ്പർ ആണെങ്കിൽ 16T അല്ലെങ്കിൽ 200 mm. മാക്സിമം പിച്ച് കംപ്രഷൻ മെമ്പർ ആണെങ്കിൽ 12T അല്ലെങ്കിൽ 200 mm. ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: least value of design strength of bolt in bearing, design strength of bolt in shear is known as. Option A shear value, option B gauge value, option C bolt value, option D edge value. Answer option C bolt value. നമ്മൾ ഷിയർ സ്ട്രെങ്തും കണ്ടുപിടിക്കും, ബിയറിംഗ് സ്ട്രെങ്തും കണ്ടുപിടിക്കും. അതിലെ ലീസ്റ്റ് വാല്യൂ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ബോൾട്ട് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ IS 800 പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. ഇക്വേഷനൊക്കെ ഉണ്ട് IS 800 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്താണ് സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് ഇൻ ഷിയർ സ്ട്രെങ്തിൻ്റെയും ബിയറിംഗ് സ്ട്രെങ്തും കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ലീസ്റ്റ് വാല്യൂ ആയിരിക്കും ബോൾട്ട് വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ മെമ്പർ ഓഫ് എ റൂഫ് ട്രസ് സബ്ജക്റ്റഡ് ടു ട്രാൻസ്വേഴ്സ് ലോഡ് ആൻഡ് റെസ്റ്റ് ഓൺ റാഫ്റ്റേഴ്സ് ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ ക്ലീറ്റ്, ഓപ്ഷൻ ബി റാഫ്റ്റർ, ഓപ്ഷൻ സി ടൈ ബീം, ഓപ്ഷൻ ഡി പർലിൻസ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി പർലിൻസ്. നമ്മൾ റൂഫ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അത് കണ്ടില്ലാത്തവർ അത് കാണുക. ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. നമ്മൾ റൂഫിൻ്റെ ടെക്നിക്കൽ ടേംസ് എല്ലാം ഡിസ്കസ് ചെയ്തതാണ് ഒരു മോക്ക് ടെസ്റ്റ് വീഡിയോയിൽ. ഓക്കെ,
പ്രിൻസിപ്പൽ റാഫ്റ്ററിന് മുകളിൽ വെക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് പർലിൻസ് എന്ന് പറഞ്ഞത്. സീറ്റ് എന്ന് പറയുന്നത് എന്താണ് പർലിൻസ് സ്ലിപ്പ് ചെയ്യാതെ പോയിരിക്കാൻ വേണ്ടി നമ്മൾ വെക്കുന്നതാണ്. റാഫ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൈൻഡ് മെമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. ടൈ ബീം എന്താണ് ടെൻഷൻ മെമ്പറാണ്. നമ്മൾ പർലിൻസും ബാറ്റൺസും ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. കോമൺ റാഫ്റ്ററും പ്രിൻസിപ്പൽ റാഫ്റ്റേഴ്സും എന്താണ് ഇൻക്ലൈൻഡ് മെമ്പേഴ്സ് ആണ്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും കാണുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. To minimize the wind forces on the roof, the slope of the roof in degrees should not exceed. Option A 30 degree, option B 25 degree, option C 27 degree, option D 32 degree. Answer option A 30 degree. ഈ വിൻഡ് ഫോഴ്സസ് കുറയ്ക്കാൻ വേണ്ടി റൂഫിൽ വരുന്ന വിൻഡ് ഫോഴ്സസിൻ്റെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ റൂഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയിൽ കൂടാൻ പാടില്ല. 30 ഡിഗ്രി കൂടുതലായിട്ട് കൊടുക്കാറില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The ratio of lateral strain to axial strain is a constant for a homogeneous material. Option A Poisson's ratio, option B shear modulus, option C bulk modulus, option D Young's modulus. Answer option A Poisson's ratio. Ratio of lateral strain to axial strain എന്ന് പറയുന്നത് എന്താണ് Poisson's ratio. ഇത് സ്ഥിരം ചോദിക്കുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ എന്ന് പറയാം പോയിസൺസ് റേഷ്യോ ലാറ്ററൽ സ്ട്രെയിൻ ടു ലീനിയർ സ്ട്രെയിൻ എന്ന് ചോദിക്കാം. ലാറ്ററൽ സ്ട്രെയിൻ ടു ആക്സിൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ലാറ്ററൽ സ്ട്രെയിൻ ടു ലീനിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് പോയിസൺസ് റേഷ്യോ എന്നാണ്. ഇനിയും ഷിയർ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ് റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ ആണ് ഷിയർ മോഡുലസ് എന്ന് പറയുന്നത്. ദെൻ ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സ്ട്രെസ് ടു വോളുമെട്രിക് സ്ട്രെയിൻ ആണ് ബൾക്ക് മോഡുലസ്. നെക്സ്റ്റ് യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സ്ട്രെസ് ടു ഡയറക്റ്റ് സ്ട്രെയിൻ ആണ് യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The maximum energy stored at elastic limit of a material is known as. Option A resilience, option B bulk resilience, option C proof resilience, option D modulus of resilience. Answer option C proof resilience ആണ്. മാക്സിമം എനർജി സ്റ്റോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൂഫ് റെസിലിയൻസ് ആണ്. ഇനിയും വെറും സിമ്പിളായിട്ട് എനർജി സ്റ്റോർഡ് അറ്റ് ഇലാസ്റ്റിക് ലിമിറ്റ് ഓഫ് എ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും റിസൈലൻസ് ആയിരിക്കും. ദെൻ പ്രൂഫ് റിസൈലൻസ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് റിസൈലൻസ് ആണ്. അപ്പോൾ മാക്സിമം എനർജി സ്റ്റോർഡ് അറ്റ് ഇലാസ്റ്റിക് ലിമിറ്റ് ഓഫ് എ മെറ്റീരിയൽ ഈസ് നോൺ ആസ് എന്ന് പറഞ്ഞാൽ പ്രൂഫ് റിസൈലൻസ് ആണ്. ഈ മാക്സിമം ഇല്ലാതെ എനർജി സ്റ്റോർഡ് അറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഏതായിരിക്കും റിസൈലൻസ് ആയിരിക്കും. ദെൻ പ്രൂഫ് റിസൈലൻസ് പെർ യൂണിറ്റ് വോളിയം, അതായത് മാക്സിമം എനർജി സ്റ്റോർഡ് അറ്റ് ഇലാസ്റ്റിക് ലിമിറ്റ് ഓഫ് എ മെറ്റീരിയൽ പെർ യൂണിറ്റ് വോളിയം എന്ന് വരികയാണെങ്കിൽ ഏതായിരിക്കും മോഡുലസ് ഓഫ് റിസൈലൻസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A simply supported beam of span L carries a uniformly distributed load W per unit length. The maximum bending moment at the midpoint will be. Option A WL square by 8, option B WL square by 4, option C WL cube by 8, option D WL square by 6. Answer option A WL square by 8. നമ്മൾ ഈ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ ഒക്കെ അങ്ങ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. നമുക്കെപ്പോഴും MCQ ആണ്, അപ്പോൾ നമുക്ക് ഇതൊക്കെ ഈ വാല്യൂസൊക്കെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പം മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എത്രയാണ് WL സ്ക്വയർ ബൈ 8 ആണ്. നമുക്കപ്പോൾ ഓരോ കേസും നോക്കാം. കാൻറ്റിലിവർ ബീം വിത്ത് എ പോയിന്റ് ലോഡ് അറ്റ് ദ ഫ്രീ എൻഡ് ആണെങ്കിൽ ഏതാണ് WL ആണ്. കാൻറ്റിലിവർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു എൻഡ് ഫിക്സ്ഡ് ആയിരിക്കും, ഒരു എൻഡ് ഫ്രീ ആയിരിക്കും. അവിടെ എന്താണ് ഫ്രീ എൻഡിൽ എന്ത് കൊടുക്കുന്നു W ലോഡാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എന്തായിരിക്കും ഇത് L ഡിസ്റ്റൻസ് സ്പാൻ L ആണെങ്കിൽ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും WL ആയിരിക്കും. കാൻറ്റിലിവർ ബീം വിത്ത് എ പോയിന്റ് ലോഡ് അറ്റ് ദ ഫ്രീ എൻഡ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് WL. ഓക്കെ, നെക്സ്റ്റ്. കാൻറ്റിലിവർ ബീം വിത്ത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ WL സ്ക്വയർ ബൈ 2 ആയിരിക്കും. കാൻറ്റിലിവർ ബീം വിത്ത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, അതായത് ഫിക്സ്ഡ് എൻഡ് നമ്മുടെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ ഇതിൻ്റെ എന്ന് പറയുന്നത് W പെർ L അല്ലേ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പം എന്തായിരിക്കും ഇതിൻ്റെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും WL സ്ക്വയർ ബൈ 2 ആണ് കാൻറ്റിലിവർ ബീം വിത്ത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ്. കാൻറ്റിലിവർ വിത്ത് ഗ്രാജുവലി വേരിയിങ് ലോഡ്. കാൻറ്റിലിവർ വിത്ത് ഗ്രാജുവലി വേരിയിങ് ലോഡ് ഇങ്ങനെ വരികയാണെങ്കിൽ ട്രയാങ്കുലർ ലോഡ് പോലെ വരികയാണെങ്കിൽ ഗ്രാജുവലി വേരിയിങ് ലോഡ് ആണെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ WL സ്ക്വയർ ബൈ 6 ആണ്. കാൻറ്റിലിവർ വിത്ത് ഗ്രാജുവലി വേരിയിങ് ലോഡ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് WL സ്ക്വയർ ബൈ 6 ആണ്. ഓക്കെ, നെക്സ്റ്റ്. സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് എ പോയിന്റ് ലോഡ് അറ്റ് ഈസ് മിഡ് പോയിന്റ്. സിംപ്ലി സപ്പോർട്ടഡ് ബീം ആകുമ്പോൾ രണ്ട് എൻഡിൽ സപ്പോർട്ടുണ്ട്, ഹിഞ്ച് സപ്പോർട്ടായിരിക്കും. പിന്നെ എന്താണ് സെൻറ്ററിൽ കൂടെ നമ്മളൊരു പോയിന്റ് ലോഡ് കൊടുത്തു W. അപ്പോൾ അതിൻ്റെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എന്തായിരിക്കും WL ബൈ 4 ആണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് എ പോയിന്റ് ലോഡ് അറ്റ് ഈസ് മിഡ് പോയിന്റ് എന്ന് പറയുന്നത് WL ബൈ 4 ആണ്. ഓക്കെ, നെക്സ്റ്റ്. സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് ആൻ എസെൻട്രിക് പോയിന്റ് ലോഡ്. എസെൻട്രിക് പോയിന്റ് ലോഡ് ആണെങ്കിൽ നമ്മൾ നേരത്തെ സെൻട്രിക് കൊടുക്കുകയെന്ന് പറഞ്ഞു, ഇതിന് എസെൻട്രിക് ആയിട്ട് കൊടുക്കുകയെന്ന് വിചാരിക്കുക. ഇവിടെ A ഇത് B ടോട്ടൽ അല്ലേ, അപ്പം നമ്മൾ എന്താ ഇത് W.
അപ്പോൾ അതിൻ്റെ മാക്സിമം മിനിമം എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? WAB/L ആണ് എസെൻട്രിക് പോയിന്റ് ലോഡ് ആണെങ്കിൽ. അതായത് നമ്മൾ നേരത്തെ മിഡ് പോയിന്റ് കൊടുത്തപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ മാക്സിമം മിനിമം എത്രയായിരുന്നു? WL/4 ആണ്. നമ്മൾ ഇനി എസെൻട്രിക് ആണെങ്കിൽ അതിൻ്റെ മാക്സിമം മിനിമം എത്രയാണ്? WAB/L ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് UDL. UDL എന്ന് വെച്ചാൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ലോഡ് ആണെങ്കിൽ അതിൻ്റെ മാക്സിമം മിനിമം എത്രയാണ്? WL²/8 ആണ്. അതായത് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് വിത്ത് UDL ആണെങ്കിൽ WL²/8 ആണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ്. നെക്സ്റ്റ് സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് ട്രയാങ്കുലർ ലോഡ് വേരിങ് ഗ്രാജുവലി ഫ്രം 0 at both ends to W/meter in the center. അതായത് ഇങ്ങനെ വരികയാണ് ഗ്രാജുവലി വേരിയങ് ലോഡ് സെൻറ്ററിൽ മാക്സിമം ആയിട്ട് വരുന്നത് ഇവിടെ. അങ്ങനെയാണെങ്കിൽ എന്നിട്ട് ഇപ്പോൾ സപ്പോർട്ടിൽ 0 അങ്ങനെ വരുന്ന ഗ്രാജുവലി വേരിയങ് ലോഡ് ആണെങ്കിൽ അതിൻ്റെ മാക്സിമം ബെൻഡിങ് എന്ന് പറയുന്നത് എത്രയാണ്? WL²/12 ആണ്. ഇവിടെയാണ് സെൻട്രലിലാണ് എന്ത്? W/meter വരുന്നത്. W/meter വരുന്നത് എവിടെയാണ്? സെൻട്രലിലാണ്. ബാക്കി ഇവിടെ രണ്ടും 0. ഇങ്ങനെ വരുന്ന ലോഡിൻ്റെ മാക്സിമം ബെൻഡിങ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? WL²/12 ആണ്. ഓക്കെ, നെക്സ്റ്റ് സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് ഗ്രാജുവലി വേരിയങ് ലോഡ് ഫ്രം 0 at one end to W/meter at the other end. അതായത് ഒരു സപ്പോർട്ടിൽ 0യും മറ്റേ അറ്റത്ത് എന്താണ്? W/meter ലോഡും വരികയാണെങ്കിൽ അതേതാണ്? അങ്ങനെ വരുന്ന ഗ്രാജുവലി വേരിയങ് ലോഡിൻ്റെ മാക്സിമം ബെൻഡിങ് എന്ന് പറയുന്നത് എത്രയാണ്? 0.064 WL² ആണ് അതിൻ്റെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയാം? WL²/9√3 എന്നും വരാം. ഇതിനെ പോയിന്റ് ആക്കിയപ്പോഴാണ് 0.064 WL², അല്ലെങ്കിൽ എന്താണ്? WL²/9√3 ഇങ്ങനെയും എഴുതാം. ഓക്കെ, മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് അത്രയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ മിനിമം ഇത്രയെങ്കിലും പഠിച്ചു വെക്കുക. കാൻഡിലർ വിത്ത് പോയിന്റ് ലോഡ് അറ്റ് ഫ്രീ എൻഡ് WL ഓർത്ത് വെക്കുക. പിന്നെ കാൻഡിലർ വിത്ത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഉണ്ട് WL²/2 പഠിക്കുക. പിന്നെ സിംപ്ലി സപ്പോർട്ട് വിത്ത് പോയിന്റ് ലോഡ് അറ്റ് മിഡ് പോയിന്റ് WL/4. പിന്നെ സിംപ്ലി സപ്പോർട്ട് വിത്ത് എസെൻട്രിക് പോയിന്റ് ലോഡ് WAB/L. സിംപ്ലി സപ്പോർട്ട് ബീം വിത്ത് UDL WL²/8. ഇത്രയെങ്കിലും പഠിച്ചിരിക്കണം. ഇത് മുഴുവനും പഠിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാലും ഇത്രയെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത്രയും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് the shear stress in a circular shaft of radius r subjected to torsion is maximum at a point. Option A at center of the shaft. Option B at a distance of r/2 from center of the shaft. Option C at a distance of r/pi from center of the shaft. Option D at the surface of the shaft. Answer option D at the surface of the shaft. shear stress സെൻറ്ററിൽ 0 ആയിരിക്കും. ഷാഫ്റ്റിൻ്റെ കേസിൽ ഔട്ടർ സർഫസിലായിരിക്കും എന്ത്? മാക്സിമം ഷിയർ സ്ട്രെസ് വരുന്നത്. ഓക്കെ, ദ ഷിയർ സ്ട്രെസ് ഈസ് 0 at the സെൻട്രോയിഡൽ ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ് ആൻഡ് മാക്സിമം at the ഔട്ടർ സർഫസ്. നമ്മുടെ മാക്സിമത്തിൻ്റെ കേസാണ് ചോദിച്ചത്. അപ്പോൾ അതെന്താണ്? സർഫസ്, ഔട്ടർ സർഫസിലാണ്. അതായത് സർഫസ് ഓഫ് ദ ഷാഫ്റ്റ് ആയിരിക്കും മാക്സിമം എന്ന് പറയുന്നത്. ഇത് മാക്സിമം ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്നാൽ നമ്മൾ പറയാറുണ്ട്, ഇത് ടോർഷൻ ഇക്വേഷൻ എന്നൊക്കെ പറയാറുണ്ട്. ടോർഷൻ ഇക്വേഷൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? T/R ഈക്വൽ ടു T/J ഈക്വൽ ടു G∠L. G അല്ലെങ്കിൽ സിയും കൊടുത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ. G അല്ലെങ്കിൽ സി എന്നും കൊടുക്കാം. T/R ഈസ് ഈക്വൽ ടു T/J ഈസ് ഈക്വൽ ടു G∠L. അതിൽ ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് അറ്റ് ദി ഔട്ടർ സർഫസ് ഓഫ് ദ ഷാഫ്റ്റ് ഓർ മാക്സിമം ഷിയർ സ്ട്രെസ്. ഓക്കെ, നെക്സ്റ്റ് ടി എന്ന് പറയുന്നത് എന്താണ്? ടോർക്ക് ഓർ ട്വിസ്റ്റിംഗ് മൊമെൻറ്റ്. ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദി ഷാഫ്റ്റ്. ജെ പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. ജി മോഡുലസ് ഓഫ് റിജിഡിറ്റി. അപ്പം GL നമുക്ക് സി ആയിട്ട് കൊടുത്ത് ഡിനോട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്. G അല്ലെ സി എന്ന് വന്നാലും എന്താണെന്ന് ഓർക്കുക? മോഡുലസ് ഓഫ് റിജിഡിറ്റി ആണെന്ന് ഓർക്കുക. ഇനി L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി ഷാഫ്റ്റ് ആണ്. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഇൻ റേഡിയൻസ് ഓൺ എ ലെങ്ത് L. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ടോർഷൻ ഇക്വേഷൻ T/R ഈസ് ഈക്വൽ ടു T/J ഈസ് ഈക്വൽ ടു G∠L. ഇതുപോലെ വേറൊരു ഇക്വേഷൻ എന്താണ്? ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ സ്ഥിരം പഠിക്കുന്ന കാര്യമാണ് അല്ലേ? M/I ഈക്വൽ ടു σ/Y ഈസ് ഈക്വൽ ടു E/R എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ. ഇതാണ് സിമ്പിൾ ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Modulus of section Z of hollow circular section with external diameter d and internal diameter d will be. Option A pi/32d into d raised to 4 minus d raised to 4. Option B pi/32d into d raised to 4 minus d raised to 4. Option C pi/32 into d cube minus d cube. Option D pi/32d into d cube minus d cube. Answer option B pi/32d into d raised to 4 minus d raised to 4. ഇപ്പോൾ മോഡുലസ് ഓഫ് സെക്ഷൻ എങ്ങനെയാണ് എടുക്കുന്നത്? Z എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? I/Y മാക്സിമം.
അതായത് ഐ എന്ന് പറഞ്ഞാൽ എന്താണ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ, വൈ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ന്യൂട്രൽ ആക്സിസിൽ നിന്നുള്ള ആ ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ വൈ മാക്സിമം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഓരോ സെക്ഷൻ്റെയും സെക്ഷൻ മോഡുലസ് നോക്കാം. ഇപ്പോൾ റെക്റ്റാങ്കുലർ സെക്ഷൻ ആണെങ്കിൽ സെക്ഷൻ മോഡുലസ് എന്താണ് ബി ഡി സ്ക്വയർ ബൈ 6 ആണ്. ബി ഡി സ്ക്വയർ ബൈ 6 അതെങ്ങനെയാണ് കിട്ടുന്നത്? ഐ എന്ന് പറയുന്നത് എന്താണ് റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ ബി ഡി ക്യൂബ് ബൈ 12 ആണ്. അതിൻ്റെ വൈ മാക്സിമം ഡി ബൈ 2 ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബി ഡി സ്ക്വയർ ബൈ 6 കിട്ടും. അതിൻ്റെ ഡെറിവേഷൻ ഒന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് റെക്റ്റാങ്കുലർ ഹോളോ സെക്ഷൻ. അതിൻ്റെ ആണെങ്കിൽ എന്തായിരിക്കും? റെക്റ്റാങ്കുലർ ഹോളോ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അതായത് അകത്തൊരു സ്മോൾ ബി ഡിയും വരും, പിന്നെന്താണ് വെളിയിലൊരു ബിയും ഡിയും വരും. അങ്ങനെയാണ് നമ്മൾ റെക്റ്റാങ്കുലർ ഹോളോ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് ബി ഡി ക്യൂബ് സെക്ഷൻ മോഡുലസ് ബി ഡി ക്യൂബ് മൈനസ് സ്മോൾ ബി ഡി ക്യൂബ് ഡിവൈഡഡ് ബൈ 6D ആണ് എന്താണ് റെക്റ്റാങ്കുലർ ഹോളോ സെക്ഷൻ്റെ സെക്ഷൻ മോഡുലസ്. ഇനി സർക്കുലർ സെക്ഷൻ ആണെങ്കിൽ പൈ ഡി ക്യൂബ് ബൈ 32. നമ്മുടെ എന്തായിരുന്നു ഹോളോ സർക്കുലർ സെക്ഷൻ. ഹോളോ സെക്ഷൻ ആകുമ്പോൾ പൈ ബൈ 32 ഡി ഇൻറ്റു ഡി റേസ് ടു 4 മൈനസ് ഡി റേസ് ടു 4 ആണ് ഹോളോ സർക്കുലർ സെക്ഷനാണ്. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോയത്. വെറും സർക്കുലർ സെക്ഷൻ ആണെങ്കിൽ എന്താണ് പൈ ഡി ക്യൂബ് ബൈ 32. ഹോളോ സർക്കുലർ സെക്ഷൻ ആണെങ്കിൽ പൈ ബൈ 32 ഡി ഇൻറ്റു ഡി റേസ് ടു 4 മൈനസ് ഡി റേസ് ടു 4 ആണ്. ഓക്കെ, നെക്സ്റ്റ് a circular column of diameter d under any load will have compressive stress throughout the section of the load act within concentric circle known as core of diameter. Option A d by 8, option B d by 3, option C d by 2, option D d by 4. Answer option D d by 4. കോർ അല്ലെങ്കിൽ കേൺ എന്ന് പറയാം. കോർ അല്ലെങ്കിൽ കേൺ എന്ന് പറയാം. എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആൻ ഏരിയ ഓവർ വിച്ച് ഫോഴ്സ് ക്യാൻ ആക്ട് സച്ച് ദാറ്റ് നോ ടെൻഷൻ ഈസ് ഡെവലപ്ഡ്. അതായത് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ ഏരിയയാണ് നമ്മൾ എന്താണ് കോർ എന്ന് പറയുന്നത്. അതായത് അവിടെ ടെൻഷൻ ഡെവലപ്പ് ചെയ്യത്തില്ല. അങ്ങനെയുള്ള ഏരിയയാണ് നമ്മൾ എന്ന് പറയുന്നത് കേൺ അല്ലെങ്കിൽ കോർ എന്ന് പറയുന്നത്. കേണിൻ്റെ ഷേപ്പിനനുസരിച്ച് എന്താണ് വിഡ്ത്ത് അല്ലെങ്കിൽ ഡയമീറ്റർ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. കേണിൻ്റെ അല്ലെങ്കിൽ കോറിൻ്റെ ഷേപ്പിനനുസരിച്ച് വിഡ്ത്ത് അല്ലെങ്കിൽ ഡയമീറ്റർ വരും. റെക്ടാങ്കുലർ സെക്ഷൻ ഉണ്ട്, സർക്കുലർ സെക്ഷൻ, അങ്ങനെയാണ് ഷേപ്പ് എന്ന് വേറെ വേറെ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ വാല്യൂ ഡയമീറ്ററിൻ്റെയും വിഡ്ത്തൊക്കെ വാല്യൂ എന്താണ് വേരി ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ലിമിറ്റ് ഓഫ് എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് റെക്ടാങ്കുലർ സെക്ഷൻ ആണെങ്കിൽ ഡി ബൈ 6 ആയിരിക്കും. ലിമിറ്റ് ഓഫ് എസെൻട്രിസിറ്റി ആണെങ്കിൽ റെക്ടാങ്കുലർ സെക്ഷൻ ആണെങ്കിൽ ഡി ബൈ 6 ആയിരിക്കും. സർക്കുലർ സെക്ഷൻ ആണെങ്കിൽ ഡി ബൈ 8 ആയിരിക്കും ലിമിറ്റ് ഓഫ് എസെൻട്രിസിറ്റി. അപ്പോൾ ഈ ഡയമീറ്റർ അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് പറയുന്നത് ഈ ലിമിറ്റ് ഓഫ് എസെൻട്രിസിറ്റിയുടെ ഡബിൾ ആയിരിക്കും. ഡയമീറ്റർ അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് പറയുന്നതാണ് ലിമിറ്റ് ഓഫ് എസെൻട്രിസിറ്റിയുടെ ഡബിൾ ആയിരിക്കും. അപ്പോൾ റെക്ടാങ്കുലർ സെക്ഷൻ ആണെങ്കിൽ എന്താണ് ഡയമീറ്റർ എത്ര ആയിരിക്കും? ഡയമീറ്റർ അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ഡി ബൈ 3 ആണ്. റെക്ടാങ്കുലർ സെക്ഷൻ്റെ ഡി ബൈ 3 ആണ്. അതായത് ഡി ബൈ 6 ആണ് ലിമിറ്റ് ഓഫ് എസെൻട്രിസിറ്റി. ഡി ബൈ 6 × 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി ബൈ 3 കിട്ടും. ഇനി സർക്കുലർ സെക്ഷൻ ആണെങ്കിൽ ഡി ബൈ 4 ആണ്. നമ്മുടെ ചോദ്യം സർക്കുലർ സെക്ഷൻ്റെ ആയിരുന്നു. അപ്പോൾ ആൻസർ ഡി ബൈ 4 ആണ്. ഓക്കെ, rectangular section d by 3, circular section d by 4. Okay, next question. Euler's crippling load for a column of length L with both ends fixed is option A pi square EI by L square, option B pi square EI by 4L square, option C 4 pi square EI by L square, option D pi square EI by root 2 L square. Answer option C 4 pi square EI by L square. അപ്പോൾ ഇതിന് 4 കണ്ടീഷൻസ് ഉണ്ട്. യൂലേഴ്സ് ക്രിപ്ലിംഗ് ലോഡ് നമുക്കറിയാമല്ലോ, ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ്, വൺ എൻഡ് ഫിക്സഡ്, അതർ ഫ്രീ, അങ്ങനെ പറഞ്ഞ 4 കണ്ടീഷൻസ് ഉണ്ട്. അതിലായത് എല്ലിൻ്റെ വാല്യൂ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. എല്ലെന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ലെന്ത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ്. ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് ആണെങ്കിൽ ക്രിപ്ലിംഗ് ലോഡിൻ്റെ വാല്യൂ എന്താണ്? പൈ സ്ക്വയർ EI ബൈ L സ്ക്വയർ ആണ്. അതായത് ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ എല്ലിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് ആണെങ്കിൽ എൽ എന്ന് പറയുന്നത് എൽ തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഇക്വേഷൻ അതേപോലെ തന്നെ, അതായത് പൈ സ്ക്വയർ EI ബൈ L സ്ക്വയർ ആണ്. നെക്സ്റ്റ് ബോത്ത് വൺ എൻഡ് ഫിക്സഡ് ആൻഡ് അതർ ഫ്രീ. ആ കണ്ടീഷൻ ആണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2L ആയിരിക്കും. അതായത് ഈ ഇക്വേഷനകത്ത് 2L ഇട്ട് കൊടുക്കുക, എല്ലിന് പകരം 2L ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പൈ സ്ക്വയർ EI ബൈ 4L സ്ക്വയർ എന്ന വാല്യൂ കിട്ടും. വൺ ആൻഡ് ഫിക്സഡ് ആൻഡ് അതർ ഫ്രീ ആണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ 2L. അപ്പം ഇക്വേഷൻ എങ്ങനെ മാറും? പൈ സ്ക്വയർ EI ബൈ 4L സ്ക്വയർ ആകും. ഓക്കെ, നെക്സ്റ്റ് ബോത്ത് എൻഡ്സ് ഫിക്സ്ഡ്. രണ്ട് എൻഡും ഫിക്സ്ഡ് ആണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ എന്തായിരിക്കും? L ബൈ 2 ആയിരിക്കും. എല്ലിൻ്റെ വാല്യൂ L ബൈ 2 ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷനകത്ത് L ബൈ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബോത്ത് എൻഡ്സ് ഫിക്സിൻ്റെ വാല്യൂ കിട്ടും. 4 പൈ സ്ക്വയർ EI ബൈ L സ്ക്വയർ എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് വൺ ആൻഡ് ഫിക്സ്ഡ് ആൻഡ് അതർ ആൻഡ് ഹിഞ്ച്ഡ്. എല്ലിൻ്റെ വാല്യൂ L ബൈ റൂട്ട് 2 ആണ്. എല്ലിൻ്റെ വാല്യൂ L ബൈ റൂട്ട് 2. അപ്പോൾ ഈ ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷനകത്ത് L ബൈ റൂട്ട് 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ 2 പൈ സ്ക്വയർ EI ബൈ L സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ബോത്ത് ആൻഡ് ഹിഞ്ച്ഡ് ആണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ L തന്നെ, ഇക്വേഷൻ പൈ സ്ക്വയർ EI ബൈ L സ്ക്വയർ. വൺ ആൻഡ് ഫിക്സഡ് ആൻഡ് അതർ ഫ്രീ ആണ്, എല്ലിൻ്റെ വാല്യൂ 2L. അപ്പോൾ ഇക്വേഷൻ പൈ സ്ക്വയർ EI ബൈ
4L². നെക്സ്റ്റ് ബോത്ത് എൻഡ്സ് ഫിക്സഡ് ആണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ L/2. ആൻസർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 4π²ai/L². നെക്സ്റ്റ് 1 end ഫിക്സഡ് ആൻഡ് അതർ end ഹിഞ്ച്ഡ്. എല്ലിൻ്റെ വാല്യൂ L/√2. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? 2π²ai/L². ഓക്കെ. നെക്സ്റ്റ്, a fixed beam of span L is loaded with central point load W. The bending moment at center will be option A WL/8, option B WL/16, option C WL/4, option D WL/6. ആൻസർ ഓപ്ഷൻ A WL/8. ഇത് ഫിക്സഡ് ബീമിൻ്റെ കേസിലാണ്. മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? WL/8. ഫിക്സഡ് ബീം വിത്ത് സെൻട്രൽ പോയിന്റ് ലോഡ്. ഇത് ഫിക്സഡ് ബീമാണ്. ഫിക്സഡ് ചെയ്യുന്ന രണ്ട് എൻഡും ഫിക്സഡ് ആയിരിക്കും. എന്നിട്ട് സെൻട്രലിൽ W എന്ന് പറഞ്ഞാൽ ലോഡ് കൊടുത്താൽ അതിൻ്റെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്താണ്? WL/8 ആണ്. ഓക്കെ. ഇനി എസെൻട്രിക് പോയിന്റ് ലോഡ് ആണെങ്കിൽ ഒരു സൈഡ് WAB²/L² ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ WA²B/L² ആയിരിക്കും. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ വാല്യൂ WL²/12 ആണ്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ ഈ സൈഡിൽ മൊമെന്റ് WL²/12, ഇവിടെയും WL²/12 ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ്, maximum deflection at free end of a cantilever of span L under a uniformly distributed load of W per unit length is given by option A WL/4/8 EI, option B WL/4/3 EI, option C WL/4/2 EI, option D WL/4/4 EI. ആൻസർ ഓപ്ഷൻ A WL/4/8 EI. മാക്സിമം ഡിഫ്ലക്ഷൻ്റെ വാല്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കാൻഡിലിവർ ബീം വിത്ത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ അതിനിടയിൽ വരുന്ന മാക്സിമം ഡിഫ്ലക്ഷൻ തന്നെ എത്ര ആയിരിക്കും? WL/4/8 EI. അപ്പോൾ നമ്മൾ ഓരോ കേസിൻ്റെയും മാക്സിമം ഡിഫ്ലക്ഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. ഫസ്റ്റ് കേസ്, കാൻഡിലിവർ വിത്ത് എ പോയിന്റ് ലോഡ് അറ്റ് ഫ്രീ എൻഡ്. കാൻഡിലിവർ ബീം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ ഒരു ഫിക്സഡ് ഒരെൻഡ് ഫ്രീ ആയിരിക്കും. അവിടെ ഒരു പോയിന്റ് ലോഡ് വരികയാണെങ്കിൽ അവിടുത്തെ മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? WL3 EI ആണ്. കാൻഡിലിവർ വിത്ത് എ പോയിന്റ് ലോഡ് അറ്റ് ഫ്രീ എൻഡ് WL3 ഇനി യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ എത്രയായിരിക്കും? WL/4/8 EI. WL/4/8 EI. ഈ W എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിറ്റ് പെർ യൂണിറ്റ് ലെന്ത്. അതാണ് ഈ W എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം നമ്മുടെ ഈ ലോഡ് എന്ന് പറഞ്ഞാൽ W പെർ ലെങ്ത് ആണ് ഇത് തന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ക്യാപിറ്റൽ W എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ W/L ആണ്. ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞത് സ്മോൾ W പെർ L ആയിരിക്കും. അപ്പോൾ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ മാറും? ക്യാപിറ്റൽ W L3/8 EI എന്ന് വരും. WL3/8 EI എന്നാണ്. അപ്പോൾ കാൻഡിലിവർ വിത്ത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ ഡിഫ്ലക്ഷൻ വരും. നിങ്ങൾ തൽക്കാലം ഈ വാല്യൂ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ. അങ്ങനെ വന്നാലും അറിഞ്ഞിരിക്കണം എന്ന് കരുതിയാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ കാൻഡിലിവർ വിത്ത് യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ WL/4/8 EI ആണ്. ഇതാണ് നമ്മുടെ ചോദ്യം. നെക്സ്റ്റ്, സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് എ സെൻട്രൽ പോയിന്റ് ലോഡ് WL3/48 EI. സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുമ്പോൾ രണ്ട് എൻഡ് സപ്പോർട്ടുണ്ട്, ഹിഞ്ച് സപ്പോർട്ടുണ്ട്. അപ്പോൾ അവിടെ വരുന്ന സെൻട്രൽ പോയിന്റ് ലോഡ് ആണെങ്കിൽ അവിടുത്തെ ഡിഫ്ലക്ഷൻ എന്തായിരിക്കും? മാക്സിമം ഡിഫ്ലക്ഷൻ എന്തായിരിക്കും? WL3/48 EI ആണ്. നെക്സ്റ്റ്, സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, അതിൻ്റെ വാല്യൂ എന്താണ്? 5WL/4/384 EI. ഫിക്സഡ് ബീം ക്യാരിങ് എ സെൻട്രൽ പോയിന്റ് ലോഡ് ആണെങ്കിൽ മാക്സിമം ഡിഫ്ലക്ഷൻ WL3/192 EI. ഫിക്സഡ് ബീം ക്യാരിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ WL/4/384 EI. ഇത് പഠിക്കാൻ ഒരു ഈസി മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? കാൻഡിലിവർ പോയിന്റ് ലോഡ് അറ്റ് ഫ്രീ എൻഡ്. പോയിന്റ് ലോഡ് ആണെങ്കിൽ ഇതിൻ്റെ എല്ലാം ന്യൂമറേറ്റർ നോക്കുക. കാൻഡിലിവർ പോയിന്റ് ലോഡിൻ്റെ WL³ ആണ്. ദെൻ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് സെൻട്രൽ പോയിന്റ് ലോഡ് ആണ് WL³ ആണ്. പിന്നെ ഫിക്സഡ് ബീം ക്യാരിങ് സെൻട്രൽ പോയിന്റ് ലോഡ് ആണെങ്കിലും WL³ ആണ്. പിന്നെ ഡിനോമിനേറ്റർ മാത്രം ഓർത്ത് തന്നാൽ മതി. അപ്പോൾ ഫസ്റ്റിൻ്റെ 3 EI ആണ്, സെക്കൻഡ് 48 EI, ഫിക്സഡ് ബീം ആണെങ്കിൽ 192 EI. അങ്ങനെ ഓർത്ത് വെക്കുക. ഓക്കെ. നെക്സ്റ്റ്, കാൻഡിലിവർ വിത്ത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ അങ്ങനെയാണ് ഓർത്ത് വെക്കുക. WL/4/8 EI ആണ്. ഇനിയും ഇതാണെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് 5WL/4/384 EI. ഫിക്സഡ് ബീം ആണെങ്കിലോ ഈ 5 ഇല്ലെന്നേ ഉള്ളൂ. ഈ 5 അങ്ങ് മാറ്റുക. അത് മാത്രമേ ഉള്ളൂ. WL/4/384 EI ആണ് ഫിക്സഡ് ബീം ക്യാരിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ. അങ്ങനെയും ഓർത്ത് വെക്കാം. ഓക്കെ. അപ്പോൾ ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഇത് ഓരോന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അടുത്ത വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ അത് ഞങ്ങളെ ലൈക്കിലൂടെ അറിയിക്കുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോ അതേ സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അതിനകത്തുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു.